ഹായ്, എല്ലാവർക്കും ട്രിക് ചെയിൻ്റെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 2026 നടന്ന നമ്മളെ ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ്. ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നമ്മുടെ ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം 2026 നടന്നത് ഫിഫയുടെ 23ാമത് ഫുട്ബോൾ ലോകകപ്പായിരുന്നു. ഫൈനലില് സ്പെയിനും അർജന്റീനയും തമ്മിലായിരുന്നു. അതിൽ അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തി സ്പെയിൻ ലോകകപ്പ് കിരീടം നേടിയിരിക്കുകയാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ 2026 നടന്നത് എത്രാമത് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 23ാമത് ഫുട്ബോൾ ലോകകപ്പായിരുന്നു നടന്നിരുന്നു എന്നുള്ളതാണ്. 1930 പ്രഥമ ഫുട്ബോൾ ലോകകപ്പ് നടന്നത്. 1930 പ്രഥമ ഫുട്ബോൾ ലോകകപ്പ്. അതിൽ പ്രഥമ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയിരിക്കുന്ന രാജ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറുഗ്വേ നേടിയിരുന്നു എന്നുള്ളതായിരുന്നു വലിയൊരു സത്യം. പിന്നെ എന്താ നോക്കിയാൽ ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 48 രാജ്യങ്ങൾ പങ്കെടുത്തു. 48 രാജ്യങ്ങൾ പങ്കെടുത്തു അല്ലെ. 12 പൂൾ ഉണ്ടായിരുന്നു അല്ലെ. 12 പൂൾ ഉണ്ടായിരുന്നു അല്ലെ. ABC മുതൽ എല്ല് വരെ നമുക്ക് 12 പൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ 48 രാജ്യങ്ങൾ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് ഈ ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഇത്രയും രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. എത്ര രാജ്യങ്ങളിൽ നോക്കൂ, എത്ര രാജ്യങ്ങളായിരുന്നു വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 രാജ്യങ്ങളാണ്. നമ്മൾ പലതവണയായിട്ട് ഇത് ചർച്ച ചെയ്തതാണ് അല്ലെ. 3 രാജ്യങ്ങൾ, അമേരിക്ക, മെക്സിക്കോ, കാനഡ അല്ലെ. 3 രാജ്യങ്ങളായിരുന്നു വേദിയായിരുന്നത്. ആദ്യ മത്സരം നടന്നത് മെക്സിക്കോയിലായിരുന്നു. അവസാന മത്സരം നടന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലായിരുന്നു അവസാന മത്സരം. അപ്പോൾ 3 രാജ്യങ്ങളായിരുന്നു വേദിയായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്തായിരുന്നു, ഇപ്രാവശ്യത്തെ ഫുട്ബോൾ ലോകകപ്പിന്റെ ബോളിന്റെ പേര് എന്തായിരുന്നു എന്നുള്ളതാണ് അല്ലെ. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് അറിയപ്പെടുന്ന പേര് ട്രിയോണ്ട എന്നാണ്. ട്രിയോണ്ട എന്ന് പറയുന്ന പോർച്ചുഗീസ് നാമമാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ട്രിയോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 3 തരംഗങ്ങളെ അല്ലെങ്കിൽ 3 വേവസ്, 3 തിരമാല, ഇതൊക്കെയായിരുന്നു ഇതിന്റെ അർത്ഥം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ട്രിയോണ്ട എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യത്തെ ഫുട്ബോൾ ഔദ്യോഗിക പന്തിന്റെ പേര് ചോദിച്ചാൽ ട്രിയോണ്ട മറക്കരുത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 3 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ 3 രാജ്യങ്ങളെ സൂചിപ്പിക്കാനായിരുന്നു കാനഡയുടെ മാപ്പിൾ ലീഫ് അല്ലെ. കാനഡയുടെ മാപ്പിൾ ലീഫ് ആയിരുന്നു നമുക്ക് ഇതിനകത്ത് ബോളിനകത്ത് നൽകിയിരുന്നത്. ഇനി മെക്സിക്കോയുടെ കഴുകനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മെക്സിക്കോയുടെ കഴുകൻ, അമേരിക്കയുടെ നക്ഷത്രം, സ്റ്റാർസും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഔദ്യോഗിക പന്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് ട്രിയോണ്ടയാണ്, മറക്കരുത്. ഇനി നമ്മൾ നോക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഭാഗ്യചിഹ്നങ്ങൾ. ഇപ്രാവശ്യത്തെ 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം നോക്കൂ. മേപ്പിൾ, സായു അല്ലെ, മറ്റൊന്ന് ക്ലച്ച് എന്നിങ്ങനെ 3 ഭാഗ്യചിഹ്നങ്ങളായിരുന്നു. 3 രാജ്യങ്ങൾ നടക്കുന്നു. മേപ്പിൾ, സായു, ക്ലച്ച്, ഇതൊക്കെയായിരുന്നു നമുക്ക് 3 ഭാഗ്യചിഹ്നങ്ങൾ. അതിൽ മേപ്പിൾ അല്ലെ, മേപ്പിൾ എന്ന് പറയുന്ന മൂസ്, അത് കാനഡ അല്ലെ. മേപ്പിൾ ഇലയാണല്ലോ പന്തിനകത്തുള്ളത്. അപ്പൊ മൂസ് കാനഡ. നോക്കൂ, മനുഷ്യരൂപത്തിലുള്ള കനേഡിയൻ മൂസായ മേപ്പിൾ ചുവന്ന നിറത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് വളരെ മേപ്പിൾ അല്ലെ. ഇത് സർഗാത്മകതയെയും പ്രതിരോധ ശേഷിയും പ്രതിനിധീകരിക്കുന്നു എന്ന് ഗോൾ കീപ്പർ കൂടിയാണ് മേപ്പിളിനെ സൂചിപ്പിക്കുന്നത്. ഒരു ഗോൾ കീപ്പറിനെ സൂചിപ്പിക്കുന്നതാണ് മേപ്പിൾ. ഇനി സായു, മെക്സിക്കോയുടെ സായു, കാണുന്ന സായു എന്ന് പറയുന്ന ജാഗറാണ് സായു. സ്ട്രൈക്കർ മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു ജാഗറാണ് സായു എന്ന് പറയുന്നത്. ജാഗറാണ് അല്ലെ. ഐക്യം, ശക്തി, സന്തോഷം എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഐക്യം, ശക്തി, സന്തോഷം എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗ്യചിഹ്നമാണ് ക്ലച്ച് എന്ന് പറയുന്നത് അല്ലെ. അമേരിക്ക സൂചിപ്പിക്കുന്നതാണ് ക്ലച്ച് എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു ബാൾഡ് ഈഗിളിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ബാൾഡ് ഈഗിളിനെ എന്ത് ചെയ്യുന്നു, ഇത് സൂചിപ്പിക്കുന്നു. ഇത് ഊർജ്ജസ്വലവും ധൈര്യശാലിയുമായ ഒരു പക്ഷി എന്ന നിലയിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ക്ലച്ചിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 3 എണ്ണം അത് മറക്കരുത്. 3 ഭാഗ്യചിഹ്നങ്ങളായിരുന്നു ഉള്ളത്. അതിലൊന്ന് മേപ്പിൾ, ക്ലച്ച്, സായു. മേപ്പിൾ, ക്ലച്ച്, സായു, മറക്കരുത്. ദാ പോകുന്നു 2026 ഫിഫ ലോക ഉദ്ഘാടന മത്സര വേദി ചോദിക്കുകയാണെങ്കിൽ അത് എസ്റ്റാഡിയോ ആസ്റ്റക്കെ. എവിടെയാണ്? മെക്സിക്കോ അല്ലെ. മെക്സിക്കോയിലാണ് ഉദ്ഘാടന മത്സരത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് മെക്സിക്കോയിലാണ് ഉദ്ഘാടന മത്സരത്തിന്റെ വേദി വന്നിരിക്കുന്നത്. എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് മെക്സിക്കോയാണ് വേദി വന്നിരിക്കുന്നു.
ഫൈനലിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ന്യൂ ജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡ് മെറ്റ് ലൈഫ് സ്റ്റേഡിയം അല്ലേ, ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനലിന്റെ വേദി നടക്കുന്നത്. മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ ഫൈനലിന്റെ വേദി നടന്നു. അപ്പോൾ ഉദ്ഘാടന മത്സരം നടന്നത് മെക്സിക്കോ, ഫൈനൽ നടന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയിലാണ്. രണ്ടും മാറിപ്പോരുത്. ഉദ്ഘാടനം നടക്കുന്നു എവിടെയാണ്? മെക്സിക്കോയില്. ഫൈനൽ നടന്നത് എവിടെയാണ്? അത് അമേരിക്കയിലാണ് അല്ലെ. ആദ്യ മത്സരം ജൂൺ മാസം 11 തീയതിയായിരുന്നു ആദ്യ മത്സരം അല്ലെ. ജൂൺ മാസം 11 തീയതിയായിരുന്നു ആദ്യ മത്സരം നടന്നത്. ജൂൺ മാസം 11 തീയതിയായിരുന്നു. ദാ നോക്കിക്കോ പിള്ളേരെ, നൽകിയിരിക്കുന്നു. 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരവേദി മെക്സിക്കോ. ആരൊക്കെയായിരുന്നു ആദ്യ മത്സരം നടന്നത്? സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോയും ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോ ആയിരുന്നു ആദ്യ മത്സരം നടന്നിരുന്നു എന്നുള്ളത്. അതിൽ മെക്സിക്കോ ജയിക്കുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. ഫിഫ വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരം 2026 ജൂൺ മാസം 11 തീയതിയായിരുന്നു. അതിൽ മെക്സിക്കോ ജയിക്കുന്നു. ഇപ്രാവശ്യത്തെ ഫിഫ ലോകകപ്പിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്ന താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജൂലിയൻ കിനോനെസ് ആണ്. ജൂലിയൻ കിനോനെസ് 2026 ഫിഫ ഉദ്ഘാടന മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്ന താരം ചോദിക്കുകയാണെങ്കിൽ മെക്സിക്കൻ താരമായിരിക്കുന്ന ജൂലിയൻ കിനോനെസ് ആണ് ആദ്യ ഗോൾ നേടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വച്ചോളുക. അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തുടർച്ചയായിട്ടുള്ള 6 ഫിഫ ലോകകപ്പിലും ഗോളടിക്കുന്ന ആദ്യ താരം. തുടർച്ചയായിട്ടുള്ള 6 ഫിഫ ലോകകപ്പിലും ഗോൾ അടിക്കുന്ന ആദ്യ താരം ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പോർച്ചുഗൽ താരമായിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അല്ലെ. ക്രിസ്ത്യാനോ റൊണാൾഡോ 2006 മുതൽ അദ്ദേഹം എന്താ നോക്കൂ 2026 വരെയുള്ള തുടർച്ചയായിട്ടുള്ള 6 ഫിഫ ലോകകപ്പിലും ഗോൾ അടിക്കുന്ന ആദ്യ താരം എന്നുള്ളതാണ്. തെറ്റരുത്, കാരണം പോലെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായ 7 മത്സരങ്ങൾ ഗോൾ നേടുന്ന ആദ്യ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് മെസ്സിയാണ്. അപ്പൊ 6 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫിഫ ലോകകപ്പിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ തുടർച്ചയായ, അതായത് ഒരു ലോകകപ്പ്, അതായത് 2026 ഫിഫ ലോകകപ്പിലെ തുടർച്ചയായ 7 മത്സരങ്ങളിൽ, ഒരു മത്സരം കഴിഞ്ഞു 26 തന്നെ, അടുത്ത 2 മത്സരം കഴിഞ്ഞു 26, അങ്ങനെ 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരം അത് മെസ്സിയാണ്. രണ്ടും മാറിപ്പോരുത്. തുടർച്ചയായ 6 മത്സരങ്ങളിൽ ലോകകപ്പ്, 6 ലോകകപ്പിലും അത് റൊണാൾഡോ. എന്നാൽ 2026 നടന്ന ഫിഫ ലോകകപ്പിലെ തുടർച്ചയായിട്ടുള്ള 7 മത്സരങ്ങളിലും ഗോൾ നേടുന്നത് അത് മെസ്സിയാണ്. രണ്ടും മാറരുത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. അത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടും മാറരുത്. ഫിഫ ലോകകപ്പിൽ തുടർച്ചയായിട്ടുള്ള 7 മത്സരങ്ങൾ, അതായത് 2026 നടന്ന തുടർച്ചയായിട്ടുള്ള 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരം അത് മെസ്സിയാണ്. ഓക്കെ, ഇതാ നോക്കിക്കോളൂ. 2026 ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് മാനുവൽ നോയർ ആണ്. മാനുവൽ നോയർ ഏത് രാജ്യക്കാരൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജർമ്മനാണ് കേട്ടോ. ജർമ്മൻകാരനാണ് മാനുവൽ നോയർ. എന്താണ് പ്രത്യേകത? 2026 ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ ആരെന്ന് ചോദിച്ചാൽ അത് മാനുവൽ നോയർ ആണേ. ഉറപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലുള്ള ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി അല്ലെ, കണ്ണൂർക്കാരനായിരിക്കുന്ന നമ്മുടെ സ്വന്തം തസ്നീം മുഹമ്മദ് ജംഷീദ് അല്ലെ. ജംഷീദ് എന്ത് ചെയ്യുന്നു? ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ എന്ത് ചെയ്യാണ്? കളിക്കുകയാണ്. സോ അങ്ങനെ ഇടം നേടിയിരിക്കുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തസ്നീം മുഹമ്മദ് ജംഷീദ് ആണ്. ഒന്ന് നോക്കി വെച്ചോളുക. ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ പേരൊന്ന് പഠിച്ചു വെച്ചോളുക. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലുള്ള ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയാണ് നമ്മുടെ കണ്ണൂർക്കാരനായിരിക്കുന്ന തസ്നീം മുഹമ്മദ് ജംഷീദ്. ഏത് രാജ്യത്തിന് വേണ്ടി ബൂട്ടണിയുന്നു? ഖത്തർ അല്ലേ. ഖത്തറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. ഖത്തറിന് വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, ഫിഫ പുരുഷ ലോകകപ്പ് നിയന്ത്രിക്കുന്ന 2ാമത്തെ വനിതാ റഫറി ആരെന്നാണ് അല്ലെ. 2ാമത്തെ വനിതാ റഫറി ആരെന്നാണ് ചോദ്യം. ആ വനിതാ റഫറി ടോറി പെൻസോയാണ്. ടോറി പെൻസോ അല്ലെ. അമേരിക്കക്കാരിയായിരിക്കുന്ന ടോറി പെൻസോ ഫിഫ പുരുഷ നിയന്ത്രിക്കുന്ന 2ാമത്തെ വനിതയാണ്. ആദ്യ വനിത 2022 സ്റ്റെഫീന ഫെപ്പാർട്ട് എന്ന് പറയുന്ന അല്ലെ, സ്റ്റെഫീന ഫെപ്പാർട്ട് എന്ന് പറയുന്ന അല്ലെ
വനിതയായിരുന്നു. 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പ് നിയന്ത്രിച്ചു. അവർ ഫ്രാൻസുകാരിയാണ്. അപ്പൊ ആദ്യ വനിത സ്റ്റെഫീന ഫെപ്പാട്ടും രണ്ടാമത്തെ വനിത ഫിഫ പുരുഷ ലോകകപ്പ് നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ വനിതാ റഫറി ആരെന്ന് ചോദിച്ചാൽ അത് ടോറി പെൻസയാണ്. ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. കാര്യം സ്റ്റെഫീന ഫെപ്പാട്ടിനെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണേ. അടുത്ത നോക്കിക്കോ, ഫുട്ബോൾ ലോകകപ്പിലെ വേഗതയേറിയ രണ്ടാമത്തെ ഹാട്രിക് നേടിയിരിക്കുന്ന ആര് എന്നുള്ളതാണ് അല്ലെ. ഫുട്ബോൾ ലോകകപ്പിലെ വേഗതയേറിയിരിക്കുന്ന രണ്ടാമത്തെ ഹാട്രിക് നേടിയിരിക്കുന്നത് ഉസ്മാൻ ഡെംബാലയാണ്. വളരെ ഉസ്മാൻ ഡെംബാലയാണ് രണ്ടാമത്തെ ഹാട്രിക് നേടിയിരിക്കുന്നത്. ഉസ്മാൻ ഡെംബാലയാണ് അല്ലെ. ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? പറയൂ. നോർവേ ആണ് അല്ലെ. നോർവേക്കെതിരെയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഹാട്രിക് നേടുന്നു. ഈ 2026 അദ്ദേഹത്തിന്റെ ഹാട്രിക് നേടുന്നതോടെ ഫുട്ബോൾ ലോകകപ്പിലെ വേഗതയേറിയ രണ്ടാമത്തെ ഹാട്രിക് നേടിയിരിക്കുന്നത് ഫ്രാൻസ് കായിക താരമായിരിക്കുന്ന ഉസ്മാൻ ഡെംബാലെ. ഏത് രാജ്യത്തിനെതിരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നോർവേക്കെതിരെയാണ്. അതും നോട്ട് ചെയ്ത് വെച്ചോളുക. അതാ പോകുന്നു. ഈ ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു രാജ്യമായിരുന്നു അല്ലെ നമ്മുടെ കാബോ വെർദെ അല്ലെങ്കിൽ കാബോ വെർദെ എന്നൊക്കെ നമ്മൾ പറയുന്നു അല്ലെ. ചരിത്രത്തിൽ ഇത്രയും ജനസംഖ്യ കുറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം വന്ന് കളിക്കുകയാണ് അല്ലെ. എന്താ പറയുന്നത്, നമുക്ക് പറയാൻ പറ്റാത്ത രീതിയായിരുന്നു അല്ലെ അവരുടെ പ്ലേയിങ്, അവരുടെ പ്രത്യേകിച്ച് അവരുടെ ഗോൾ കീപ്പർ അല്ലെ. ഇതാ നോക്കിയോ, 2026 ഫിഫ ലോകകപ്പിൽ ഒരു മത്സരവും ജയിക്കാതെ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ പ്രവേശിച്ച രാജ്യമാണ് കാബോ വെർദെ. വെറുതെ ഒരു മത്സരം ജയിക്കാതെ വെറുതെ അങ്ങ് കയറി എന്ന് ചിന്തിച്ചാൽ മതി. വെറുതെ അല്ല, നല്ലപോലെ കളിച്ചു എന്നുള്ളതായിരുന്നു അല്ലെ. ഫിഫ നോക്കൌട്ടിൽ പ്രവേശിക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? കാബോ വെർദെയാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? അതും കാബോ വെർദെ. പ്രത്യേകത 2026 ഫിഫ ലോകകപ്പിൽ ഒരു മത്സരവും ജയിക്കാതെ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ പ്രവേശിച്ച രാജ്യം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അതും കാബോ വെർദെയാണ്. പഠിച്ചു വെച്ചോളുക. ദാ വരുന്നു മറ്റൊരു ചരിത്ര നേട്ടം അല്ലേ. ദിദിയൻ ദെഷോം എന്ന് പറയുന്ന കോച്ച് ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഫ്രാൻസിന്റെ പരിശീലകനായിരിക്കുന്ന ദിദിയൻ ദെഷോമാണ്. ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കൈവരിച്ച പരിശീലകൻ എന്ന റെക്കോർഡ് നേടിയിരിക്കുന്നത് ദിദിയർ ദെഷോമാണ്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ദിദിയർ ദെഷോമാണ്. ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ്കാരനാണ്. അതും നോട്ട് ചെയ്ത് വെച്ചോളുക. കഴിഞ്ഞില്ല അല്ലേ. 2026 ഫിഫ ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ചോദിക്കാം. അപ്പൊ 2026 ഫിഫ ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഫ്രാൻസ്, മറ്റൊന്ന് സ്പെയിൻ, അർജന്റീന, ഇംഗ്ലണ്ട്. സെമി ഫൈനലിൽ 4 രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലെ. ഫ്രാൻസ്, സ്പെയിന്, അർജന്റീന, ഇംഗ്ലണ്ട്. ഇതിൽ ആരൊക്കെ ഫൈനലിൽ പ്രവേശിച്ചു? സ്പെയിനും അർജന്റീനയും ഫൈനലിൽ പ്രവേശിച്ചു. ആര് വിജയിച്ചു എന്നുള്ളതായിരുന്നു അല്ലെ. സ്പെയിൻ കപ്പ് നേടി എന്നുള്ളതായിരുന്നു. ശേഷം 3-ാം സ്ഥാനത്തിന് വേണ്ടി ആരൊക്കെ മത്സരിച്ചായിരുന്നു? ഇംഗ്ലണ്ടും ഫ്രാൻസും മത്സരിച്ചു. 3-ാം സ്ഥാനക്കാർ അല്ലെ. 3-ാം സ്ഥാനം ആര് കൊണ്ടുപോയി? ഇംഗ്ലണ്ട്. ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് 3-ാം സ്ഥാനത്തെത്തുന്നു. 2-ാം സ്ഥാനം അർജന്റീന, 2-ാം സ്ഥാനം, 1-ാം സ്ഥാനം സ്പെയിൻ. നോക്കി വെച്ചോളുക. 1 സ്പെയിന്, 2 അർജന്റീന, 3 ഇംഗ്ലണ്ട്, 4-ാം സ്ഥാനം ഫ്രാൻസ് പോയി എന്ന് നമുക്ക് തന്നെ എന്ത് ചെയ്യാം? വിശേഷിപ്പിക്കാം. അപ്പൊ ഫൈനലിൽ ആരൊക്കെ വരുന്നു? ഫൈനലിൽ വരുന്ന 2 രാജ്യങ്ങൾ സ്പെയിനും അർജന്റീനയുമാണ് അല്ലെ. സ്പെയിനും അർജന്റീനയും ഫൈനലിൽ വരുന്നു. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഫൈനലിലെത്തിയ രാജ്യങ്ങൾ സ്പെയിനും അർജന്റീന. ആര് വിജയിക്കുന്നു? യെസ്, അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ വിജയിക്കുന്നു. പഠിച്ചു വെച്ചോളുക. 2026 ഫിഫ ലോകകപ്പ് കിരീടം നേടിയിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്പെയിനാണ് അല്ലെ. സ്പെയിന്റെ എത്രാമത്തെ കിരീടം എന്ന് ചോദിക്കുകയാണെങ്കിൽ 2-ാമത്തെ കിരീടമാണ്. സ്പെയിന്റെ എത്രാമത്തെ കിരീടമാണ്? വളരെ 2-ാമത്തെ കിരീടമാണ് എന്നുള്ളതാണ്. സ്പെയിന്റെ എത്രാമത്തെ കിരീടം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 2-ാമത്തെ കിരീടമാണ്. സോ അതിനുമുമ്പ് ഈ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെ. സ്പെയിൻ 1-0 എക്സ്ട്രാ ടൈമിൽ അർജന്റീനയെ തോൽപ്പിച്ച് കിരീടം നേടിയിരിക്കുന്നു. ഫൈനലിൽ ആരാണ് ഗോൾ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെറാൻ ടോറസ് ആണ്. ഫെറാൻ ടോറസ് 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് ഫൈനലിൽ ഗോൾ നേടിയിരിക്കുന്നു.
കേട്ടോ. സ്പെയിൻ താരമായിരിക്കുന്ന ഫെറാൻ ടോറസ് ആണ് ഫൈനലിൽ ഗോൾ നേടിയ വ്യക്തി. ഫെറാൻ ടോറസ് ആണ് ഫൈനലിൽ ഗോൾ നേടിയിരിക്കുന്നത്. ടോറസ് ആണ് ഫൈനലിൽ ഗോൾ നേടിയത്. സ്പെയിനിന്റെ രണ്ടാമത്തെ കിരീടം. 2010 വിജയി സ്പെയിൻ ആയിരുന്നു. 2026 സ്പെയിൻ. സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് ചോദിക്കാം 2010 വിജയി ആരെന്ന് ചോദിച്ചാൽ സ്പെയിൻ ആണ്. 2026 വിജയി ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? സ്പെയിൻ ആണ് അല്ലെ. അർജന്റീന 3 തവണ കപ്പ് നേടിയിരിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം കൂടി നേടിയിരുന്നെങ്കിൽ 4 തവണ ആവുമായിരുന്നു അല്ലെ. 78, 86, 2022 കേട്ടോ. ഒന്ന് നോക്കി വെച്ചോളുക. അപ്പോൾ 78, 86, 2022 അർജന്റീന, സ്പെയിൻ 2 തവണ. 2026, 2010 സ്പെയിനാണ് കിരീടം നേടിയത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്രാവശ്യത്തെ ഈ ഫുട്ബോൾ ലോകകപ്പിൽ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ആർക്കൊക്കെയാണ് ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ഗ്ലൗ, മികച്ച യുവതാരം, ഇതൊക്കെ നോക്കണം. അതിനു മുമ്പ് ഇവിടെ 2 കാര്യങ്ങളൊന്ന് നോക്കി വെച്ചോളുക. ആരാണ് സ്പെയിൻ ടീമിന്റെ കോച്ച്, ആരാണ് അർജന്റീൻ ടീമിന്റെ കോച്ച് എന്നുള്ളത്. 2 കോച്ചും ഒന്ന് നോക്കൂ. ഓക്കെ, ഈ കാണുന്ന കണ്ണാടി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഈ സ്പെയിൻ ടീമിന്റെ പരിശീലകനായിരിക്കുന്ന ലൂയിസ് ദെ ലാ ഫുവെന്റ്റെ. ലൂയിസ് ദെ ലാ ഫുവെന്റ്റെ ആണ് സ്പെയിൻ ടീം പരിശീലകൻ. അർജന്റീനൻ ടീം പരിശീലകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിയോണൽ സ്കലോണി ആണ് അർജന്റീൻ ടീം പരിശീലകൻ. സ്കലോണി എന്നാണ്, ലിയോണൽ സ്കലോണി എന്നുള്ളതാണ് അർജന്റീൻ ടീം പരിശീലകൻ. 2 നോക്കി വെച്ചോളൂ കേട്ടോ. 2 നോക്കി വെച്ചോളൂ. ആ പരിശീലകനൊക്കെ ചോദിക്കാം. ഇനി നോക്കിക്കോ, ഗോൾഡൻ ബൂട്ട് അല്ലേ. മെസ്സിക്ക് ഇപ്രാവശ്യം നമ്മൾ പഠിച്ചു എത്രയായിരുന്നു ഗോളുകൾ നേടിയത്? 8 ഗോളുകളായിരുന്നു അല്ലെ. നേരത്തെ നമ്മൾ ഗോൾ പരിശീലനം വെച്ചപ്പോൾ നോക്കിയപ്പോൾ അവിടെ 8 ഗോളുകൾ. ഇപ്രാവശ്യത്തെ മികച്ച ടോപ്പ് സ്കോറർ ഗോൾഡൻ ബൂട്ട് ആര് കൊണ്ടുപോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ എംബാപ്പയാണ്. ഫ്രാൻസിന്റെ എംബാപ്പെ 2ാമത്തെ അദ്ദേഹത്തിന്റെ ഗോൾഡൻ ബൂട്ടും കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. ലോകകപ്പിൽ 2ാമത്തെയാണ്. ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെയാണ്. ലോകകപ്പിൽ ഫുട്ബോൾ ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ ഗോൾഡൻ ബൂട്ടാണ് അല്ലെ. 10 ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നു. ഫ്രാൻസ് കായിക താരമായിരിക്കുന്ന കിലിയൻ എംബാപ്പെ. ഇനിതാ നോക്കിയോ, ആർക്കാണ് ഈ പ്രാവശ്യത്തെ ഗോൾഡൻ ഗ്ലൗ ലഭിച്ചു എന്നുള്ളതാണ്. ഗോൾഡൻ ഗ്ലൗ ലഭിച്ചിരിക്കുന്നത് സ്പെയിന്റെ ഗോൾ കീപ്പർ ആയിരിക്കുന്ന ഉനായ് സിമോൺ ആണ്. ഉനായ് സിമോൺ ഗോൾഡൻ ഗ്ലൗ ലഭിച്ചിരിക്കുന്നത് സ്പെയിന്റെ ഗോൾ കീപ്പർക്കാണ്. ഉനായ് സിമോൺ ഗോൾഡൻ ഗ്ലൗ ലഭിച്ചിരിക്കുന്നു. ഇനി മികച്ച യുവതാരം അല്ലെ പാവു കുബാർസി ആണ്. പാവു കുബാർസി, സ്പെയിന്റെ പാവു കുബാർസി അല്ലെ. യുവതാരങ്ങളെല്ലാം പാവങ്ങളാണെന്ന് ചിന്തിച്ചാൽ മതി. മികച്ച യുവതാരം 2026 ഫിഫ ലോകകപ്പിലെ മികച്ച യുവതാരം ആരെന്ന് ചോദിച്ചാൽ അത് പാവു കുബാർസി ആണ് മികച്ച യുവതാരം. ഇനി ഇതാ നോക്കിക്കോ, ബോൾ വിജയി ആര് എന്നുള്ളതാണ്. ഗോൾഡൻ ബോൾ വിജയി, ഗോൾഡൻ ബോൾ 2026 ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ വിജയി റോഡ്രിയാണ്. സ്പെയിനിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന റോഡ്രി. സ്പെയിൻ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ റോഡ്രിയാണ് സ്പെയിന്റെ ക്യാപ്റ്റൻ. ഒന്ന് നോക്കി വെച്ചോളുക, റോഡ്രിയാണ്. അർജന്റീനൻ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മെസ്സിയാണ്. ലിയോണൽ മെസ്സിയാണ് അർജന്റീനൻ ക്യാപ്റ്റൻ. മെസ്സിയാണ്. റോഡ്രി സ്പെയിൻ ടീം ക്യാപ്റ്റൻ കൂടിയാണ്. റോഡ്രിയാണ്. അദ്ദേഹത്തിനാണ് ഗോൾഡൻ ബോൾ ലഭിച്ചിരിക്കുന്നത്. റോഡ്രിക്കാണ്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് വേണം. ഇപ്രാവശ്യത്തെ ഫുട്ബോൾ ലോകകപ്പിലെ ഫെയർ പ്ലേ അവാർഡ് നേടിയിരിക്കുന്ന രാജ്യം നെതർലാൻഡ്സ് ആണ്. ഫെയർ പ്ലേ അവാർഡ് നേടിയിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നെതർലാൻഡ്സ് ആണ്. ഫെയർ പ്ലേ അവാർഡ് നേടിയിരിക്കുന്ന രാജ്യം ഏതാണ്? നെതർലാൻഡ്സ് ആണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. കഴിഞ്ഞില്ല. 2030 ഫുട്ബോൾ ലോകകപ്പ് എവിടെ നടക്കുന്നതാണ് അല്ലെ. 2030 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 3 രാജ്യങ്ങൾ തന്നെയാണ്. അത് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. നിങ്ങൾ ഈ സമയം ഈ ക്ലാസ് കാണുന്ന ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾ ID കാർഡൊക്കെ ഇട്ട് നിങ്ങൾ സർവീസിലായിരിക്കും. 2030 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന 3 രാജ്യങ്ങൾ മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ ആണ്. ഒന്ന് നോക്കി വെച്ചോളുക. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിനിൽ 2030 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നു. ഇതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ട് പോകുന്നു. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ്.
ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ബ്രസീലാണ് അല്ലെ. ലാറ്റിൻ അമേരിക്കയിൽ നടക്കുന്ന ആദ്യത്തെ വനിതാ ലോകകപ്പാണ് നടക്കുന്നു എന്നുള്ളതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ബ്രസീലാണ്. ഇനി 2026 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. പ്രഥമ ഫിഫ ഫുട്ബോൾ സമാധാന പുരസ്കാരം നേടിയിരിക്കുന്നത് അല്ലെ. പ്രഥമ ഫിഫ ഫുട്ബോൾ സമാധാന പുരസ്കാരം നേടിയിരിക്കുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആണ്. സോ ആരാണ് നിലവിൽ ഫിഫയുടെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ജിയാനി ഇൻഫാന്റിനോ. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നേടിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലെ. ട്രംപ് നേടിയിരിക്കുന്നു. ആരാണ് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ്? ജിയാനി ഇൻഫാന്റിനോ. ജിയാനി ഇൻഫാന്റിനോ നിലവിൽ ഫിഫയുടെ പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏകദേശം ഓക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നോട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ട്രിക്ടൈൻ്റെ ടെലഗ്രാം ചാനലിൽ നൽകുന്നതായിരിക്കും. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.